ശതമായ വോട്ട് കാഴ്ചകളിലേക്ക് കടക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നാംഘട്ട പ്രചാരണം കൊട്ടിയിറങ്ങി. ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലെ പരസ്യ പ്രചാരണമാണ് അവസാനിച്ചിരിക്കുന്നത്. തെക്കൻ ജില്ലകളിൽ പ്രാദേശിക ഭരണം ആര് നടത്തണമെന്ന് ചൊവ്വാഴ്ചയാണ് ജനങ്ങൾ വിധിയെഴുതുക. നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിൽ മുന്നണികളുടെ പ്രതീക്ഷ എന്താണ്? 7 ജില്ലകളിലും പ്രചാരണത്തിൽ മുന്നിട്ട് നിന്നത് ആരാണ്? രാഷ്ട്രീയ ഘടകങ്ങൾ ആർക്ക് ഗുണമാകും? വിശകലനവും വിലയിരുത്തലുകളുമായി 7 ജില്ലകളിൽ നിന്നും മീഡിയ വണ്ടെ റിപ്പോർട്ടർമാർ തയ്യാറാണ്. തിരുവനന്തപുരത്ത് വിജിൻ വായന്തോടുണ്ട്, കൊല്ലത്ത് ലിജോ റോളൻസ് ഉണ്ട്, കോട്ടയത്ത് ജോസി ബാബുവും, ആലപ്പുഴയിൽ ഇസസ് സുൽഫീഖറും, കൊച്ചിയിൽ നിതിനും, ഇടുക്കിയിൽ മുഹമ്മദ് ആഷിഖുമുണ്ട്. ആദ്യം തലസ്ഥാനത്തേക്ക് തന്നെയാണ്. തലസ്ഥാനത്ത് നമുക്കറിയാം ത്രികോണ മത്സരം എന്ന് പറയേണ്ടി വരും. 3 മുന്നണികളും ഒരേ ആവേശത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി. ഇപ്പോൾ കലാശക്കൊട്ട് വരെ എത്തി നിൽക്കുന്ന ആവേശോജ്വലമായ കാഴ്ചയാണ് തലസ്ഥാനത്ത് നിന്ന് കണ്ടത്. വിജിൻ വായന്തോടിലേക്ക്. വിജിൻ, എത്രത്തോളം ആവേശം കൊട്ടിക്കലാശത്തിനുണ്ടായിരുന്നു? മുന്നണികളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഏത് രീതിയിലാണ് കൊടി ഇറങ്ങിയത്? ധന്യ, വലിയ ആവേശത്തിൽ ഉള്ള കൊട്ടിക്കലാശം തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ പൂർണ്ണമായും നടന്നത്. അതിൽ ഏറ്റവും ആവേശം തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെയാണ്. ജില്ലയിലെ മറ്റ് ഭാഗങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിന് വലിയ ആധിപത്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഉണ്ടാകാറ്. പക്ഷേ ഇത്തവണ അതല്ല, അതിനപ്പുറമുള്ള മത്സരം. 10 വർഷം നീണ്ടുനിന്ന ഭരണം, ആ ഭരണത്തിനെതിരായ വികാരം ഉൾപ്പെടെ ഉണ്ടാകും. വലിയ മുന്നേറ്റം UDF ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പ്രചാരണം ആദ്യഘട്ടം മുതൽ നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ത്രികോണ മത്സരം എന്ന സൂചന കൃത്യമായി നൽകുന്ന കൊട്ടിക്കലാശം തന്നെ ായിരുന്നു ഇന്നുണ്ടായിരുന്നത്. എല്ലാ മേഖലകളിലും 3 മുന്നണികളും അതിശക്തമായ നിലയിൽ അവരുടെ പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ഒക്കെയായി ഓരോ വാർഡ് കേന്ദ്രങ്ങളിലും എത്തി വലിയ തരത്തിലുള്ള ആവേശത്തിൽ പ്രചാരണം, ഒപ്പം തന്നെ ബാൻഡ് മേളങ്ങൾ, മറ്റ് പ്ലോട്ടുകൾ ഉൾപ്പെടെയുള്ളവ അണിനിരത്തി റോഡ് ഷോകൾ ഉൾപ്പെടെയുള്ളവ നടത്തിയാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളായ കൊട്ടിക്കലാശത്തിൽ പങ്കാളികളായത്. എല്ലാ വാർഡുകളിലും ഈ റോഡ് ഷോകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥികളുടെ. അങ്ങനെ വലിയ ആവേശത്തിൽ തന്നെ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിന്റെ ദിവസത്തെ അവസാന മണിക്കൂറുകൾ കടന്നുപോയി. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. നാളെ നിശബ്ദ പ്രചരണത്തിലായിരിക്കും സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ പ്രവർത്തകരും ഒക്കെ ഉണ്ടാവുക. എന്തായാലും തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് അത് BJPക്ക് ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ്. BJP കാരണം ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുമൊക്കെ മാസങ്ങൾക്ക് മുമ്പേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പിടിക്കും എന്നുള്ള ഉറച്ച നിലപാടുമെടുത്താണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് സംസ്ഥാന അധ്യക്ഷനായി എത്തിയത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഒരുക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയത്. എന്നാൽ ഭരണം നിലനിർത്താനുള്ള ഉറച്ച തീരുമാനത്തിലായിരുന്നു LDF ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ K മുരളീധരന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിൽ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നേറാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. അവസാന ദിവസമായ ഇന്ന് വരെ പ്രചരണത്തിൽ സജീവമായി തന്നെ നേതാക്കളെ ഉൾപ്പെടെ എത്തിച്ച് പ്രചരണം നടത്താനുള്ള എല്ലാ നീക്കവും എല്ലാ ശ്രമവും UDFന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. 35 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന അതേ ശക്തിയിൽ തിരിച്ചു വരാനുള്ള ഒരു നീക്കമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് നടത്തിയത്. K മുരളീധരൻ തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ചുക്കാൻ പിടിച്ചത്. ഒപ്പം തന്നെ LDFന്റെ പ്രവർത്തനത്തിന് പൂർണ്ണമായും ചുക്കാൻ പിടിച്ചത് മന്ത്രി V ശിവൻകുട്ടിയായിരുന്നു. അവസാന ദിവസം വരെ എത്തി നിൽക്കുമ്പോൾ വലിയ തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ LDF ഭരണസമിതിക്കെതിരെ BJP ഉയർത്തുന്ന കാഴ്ച കണ്ടു. അങ്ങനെ വലിയ തരത്തിലുള്ള പ്രചാരണം നടത്തുകയും ആ പ്രചാരണത്തിന്റെയൊക്കെ ഫലം എന്താകുമെന്ന് കാത്തിരിക്കാനുള്ള അവസാന ദിവസമാണ് നാളെ. വലിയ തരത്തിലുള്ള ആവേശം, ആ ആവേശം തന്നെ കൊട്ടിക്കലാശത്തിലും കണ്ടു. ഒപ്പം തന്നെ മറ്റ് സംഘർഷങ്ങളും ഒന്നുമില്ലാതെ ആവേശത്തിൽ തന്നെ എല്ലാ മുന്നണികളും വലിയ തരത്തിൽ കൊട്ടിക്കലാശം അവസാനിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അവസാന മിനിറ്റുകൾ വരെ നീണ്ടുനിന്ന ആവേശം തന്നെയായിരുന്നു തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം കൊട്ടിക്കലാശത്തിനുണ്ടായിരുന്നത്.